അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, മഗ്‌രിബിന് മുമ്പ് പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ എതിരാളികൾ ഉപയോഗിക്കുന്ന ഇസ്ലാം തീവ്രവാദമാണ് എന്ന അപകടകരമായ പ്രചാരണത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വെച്ചത്. ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ പേരിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളർത്തി ഇത് കേവലം ഒരു ചൂഷണത്തിൻ്റെ മതമാണ് എന്ന് വരുത്തി തീർക്കുക എന്നതാണ് ഇസ്ലാം നേരിടുന്ന രണ്ടാമത്തെ മുഖ്യമായ പ്രതിസന്ധി. അചഞ്ചലമായ ഏകദൈവാരാധന നെഞ്ചിലേറ്റിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പിന്നീട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും സ്ഥാനമില്ല. എന്താണ് വിശ്വാസം, എന്താണ് അന്ധവിശ്വാസം? പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകത്തിൻ്റെ സൃഷ്ടാവിങ്കിൽ നിന്നുള്ളതാണ് എന്നതുകൊണ്ട് തന്നെ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും പണ്ഡിതന്മാർക്കോ നേതാക്കന്മാർക്കോ സമൂഹത്തിനോ മതത്തിൻ്റെ പേരിൽ പുതിയ എന്തെങ്കിലും വിശ്വാസങ്ങളും ആചാരങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിലനിർത്താൻ പലപ്പോഴും മതാധ്യാപനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഇവിടെ പ്രവാചകന്മാരുടെ ദൗത്യം, വേദഗ്രന്ഥങ്ങളുടെ ദൗത്യം വിശ്വാസികളുടെ ചുമതലയായതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ ആ അമാനത്ത് ഏറ്റെടുത്തുകൊണ്ട് പണ്ഡിതന്മാർ, പരിഷ്കർത്താക്കൾ 1400 വർഷം പിന്നിലേക്ക് വിശ്വാസ ആചാര രംഗത്ത് ഈ സമൂഹത്തെ പിടിച്ചുകൊണ്ടുപോകാൻ ശക്തമായ ശ്രമം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനം ചെയ്യുന്നതും അതുതന്നെയാണ്. പഴയതിലേക്ക് തിരിച്ചു പോകണം. ഏതാണ് ആ പഴയത്? ഒരിക്കലും പഴഞ്ചനല്ലാത്ത ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനാകുന്ന വഹയിലൂടെ, അവിടുത്തെ പ്രവാചകന്റെ ചര്യയാകുന്ന വഹയിലൂടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. അതിൽ ഒരു വിട്ടുവീഴ്ചക്കും നാം തയ്യാറല്ല. കാരണം ദീൻ റബ്ബിങ്കൽ നിന്ന് ഉള്ളതാണ്. അതിൽ സൃഷ്ടികൾക്ക്, അവരുടെ കരവിരുതുകൾക്ക് അത് വിധേയമാക്കാൻ യാതൊരു അർഹതയും ഇല്ല. അവിടേക്ക് തിരിച്ചു പോയാൽ ഈ സമൂഹത്തിന്റെ ഔന്നത്യം ശക്തമായി ഇവിടെ കാണാൻ കഴിയും. അതിനു വേണ്ടിയാണ് 1920കളിൽ കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ തുടങ്ങിയ ഈ ശക്തമായ മുന്നേറ്റം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഒട്ടേറെ എതിർപ്പുകൾ സഹിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളായിക്കൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുമ്പോൾ തന്നെ ഈ മുന്നേറ്റത്തിന്റെ ആദ്യകാല നേതാക്കന്മാരായ വക്കം മൗലവിയും KM മൗലവിയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഈ മൊയ്തു മൗലവിയുമെല്ലാം സ്വസമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായി പടപൊരുതി. പ്രമാണങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു അവർ ഈ സമൂഹത്തോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനവർ നിദാനമാക്കിയത് മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തെ ആയിരുന്നു. ആ ജീവിതം സത്യമായതുകൊണ്ട് തന്നെ തോന്നിയതുപോലെ ജീവിച്ച് നമുക്ക് മുന്നോട്ട് പോയിക്കൂടാ. ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ എവിടെയില്ലയോ അവിടെ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ നിർദ്ദേശം അവഗണിച്ചിട്ടുണ്ട് എന്ന് കൂടുതൽ ആലോചിക്കാതെ ഉറപ്പിച്ചുകൊള്ളുക. കുടുംബ ജീവിതത്തിലാണോ അവിടെ സൃഷ്ടാവിന്റെ നിർദ്ദേശം അവഗണിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിലാണോ, ജീവിതത്തിന്റെ ഏത് മേഖലയിലാ ശാന്തിയില്ലാത്തത്, ഏത് മേഖലയിലാ
മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ അവഗണിച്ചിട്ടുണ്ടാകും. അതിലേക്കുള്ള തിരിച്ചുപോക്ക്. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിടച്ചു പോവുകയില്ല. കിതാബ് അല്ലാഹി വസുന്നത റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാകുന്നു ആ രണ്ട് സന്ദേശങ്ങൾ. അതിലേക്കുള്ള തിരിച്ചുവിളി ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ആ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ അവരിൽ അപജയങ്ങൾ സംഭവിച്ചാൽ, അവരിൽ അപാകതകൾ സംഭവിച്ചാൽ, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതാണ് ചേകനൂർ മൗലവിയിലൂടെ, CN അഹമ്മദ് മൗലവിയിലൂടെ, അങ്ങനെയുള്ള ആളുകളിലൂടെ നാം ഇവിടെ കേട്ടതും മനസ്സിലാക്കിയതും. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടപൊരുതിക്കൊണ്ടിരുന്ന അവർ അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസുകളെ അഥവാ വഹയിനെ നിഷേധിക്കാനും അവഗണിക്കാനും ഒരു വേള പരിഹസിക്കുവാനും തുടങ്ങി. അവിടെ അവരുടെ പ്രസംഗങ്ങളും എഴുത്തുകളും അവരുടെ പരിഭാഷകളും പുസ്തകങ്ങളും വായിച്ച് ഈ ആദർശ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നവർ നിങ്ങളൊന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അത് എഴുത്തിലൂടെ പറഞ്ഞതല്ല, മറിച്ച് അവഗണിക്കപ്പെട്ടു അവർ. ഇന്ന് ചേകനൂരിന്റെ പുസ്തകം എവിടെ കിട്ടും? CN അഹമ്മദ് മൗലവിയുടെ ഖുർആൻ പരിഭാഷ എവിടെ കിട്ടും? മ്യൂസിയത്തിൽ പോയി അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അവർ ഈ പ്രസ്ഥാനത്തിന് ഒന്നും ചെയ്യാത്തവരായതുകൊണ്ടല്ല. അവർ നയിച്ച ആദർശത്തിൽ നിന്നും, അവർ മുന്നോട്ട് വെച്ച ഖുർആനിന്റെ ഹദീസിന്റെ സന്ദേശത്തിൽ നിന്നും അവർ പിന്നോട്ട് പോയപ്പോൾ നിങ്ങളെ കണ്ടിട്ടല്ല, മറിച്ച് ആദർശത്തെ കണ്ടിട്ടാണ്, പ്രമാണങ്ങളെ കണ്ടിട്ടാണ് സ്വന്തം വീടും നാടും കുടുംബവും എല്ലാം പ്രയാസകരമായിട്ടും ഞങ്ങൾ ഇതിനോടൊപ്പം ചേർന്നത് എന്നവർ പ്രഖ്യാപിച്ചു. മാത്രമല്ല 2002 കാലഘട്ടത്തിൽ ഈ നവോത്ഥാന മുന്നേറ്റത്തിന്റെ യുവജന വിഭാഗത്തെ, ഒരർത്ഥത്തിൽ ഒരു സമൂഹത്തിന്റെ നട്ടെല്ലാകുന്ന യുവാക്കളെ ആദർശപരമായ വ്യതിയാനങ്ങൾക്ക് വേണ്ടി, ഡീവിയേഷന് വേണ്ടി വളരെ ബോധപൂർവം ഉപയോഗപ്പെടുത്തുകയും അതിന് വളണ്ടിയർ കോർ എന്ന ഒരു സംവിധാനം ഇതിന്റെ ഉള്ളിലുണ്ടാക്കി ആദർശ വ്യതിയാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതേ വളണ്ടിയർ കോർ നല്ല ലക്ഷ്യത്തിനാണെന്ന് പറഞ്ഞ് ആരെയൊക്കെ കൂട്ടിയോ അതിൽ നിന്നു തന്നെ ഇത് ശരിയല്ല, ഇത് കൊണ്ടുപോകുന്നത് ആദർശപരമായ തകരാറിലാക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുകയും അന്ന് ഹദീസ് നിഷേധത്തിനും മറ്റു വ്യതിയാനങ്ങൾക്കും നേതൃത്വം നൽകിയവർക്കെതിരെ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് 2002 കാലഘട്ടത്തിൽ ഒരു ശക്തമായ മുന്നേറ്റം ഇവിടെ ഉണ്ടായി. അതിന്റെ തുടർച്ച പടച്ച തമ്പുരാൻ വിജയിപ്പിക്കുന്നതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സഹോദരങ്ങൾ ഇന്ന് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ, ഹജ്ജ് കഴിഞ്ഞ സന്ദർഭത്തിൽ, ഉംറയ്ക്ക് വേണ്ടി പലരും പോകാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ സംസം വെള്ളം മഹാനായ പ്രവാചകൻ പ്രത്യേകത കൽപ്പിച്ച ആ സംസം വെള്ളത്തിന് രോഗശമനമുണ്ടെന്ന് പറയുന്ന മുഴുവൻ ഹദീസുകളും ദുർബലമാണ് എന്ന് ബഹുമാന്യനായ ഹുസൈൻ മടവൂരിനെ അംഗീകരിക്കുന്ന വിഭാഗത്തിലെ ഹദീസ് പണ്ഡിതനായി അവർ തന്നെ പരിചയപ്പെടുത്തുകയും അവരുടെ വാരികയിൽ കോളം അനുവദിക്കുകയും ചെയ്ത ബഹുമാന്യനായ ഒരു സുല്ലമി തുറന്നെഴുതുകയും ഇന്നവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഹജറുൽ അസ്വദ് എന്ന കഅബാലയത്തിൽ പോകുമ്പോൾ വിശ്വാസികൾക്ക് ചുംബിക്കാൻ പ്രവാചകൻ നിർദ്ദേശിച്ച ഹജറുൽ അസ്വദ്, ആ കല്ലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കല്ലേ, നീ വെറും ഒരു കല്ലാണ്, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ നിനക്ക് സാധ്യമല്ല. എന്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. പ്രവാചകന്റെ അധ്യാപനം കൃത്യമായി നടപ്പാക്കണം. പക്ഷേ അതൊരിക്കലും ശിർക്കിലേക്ക് പോകാൻ ഒരു കാരണവും ഉണ്ടാകരുത് എന്ന് കൂടി നിന്നവർക്ക് വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഫിൽ ജന്ന എന്ന മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമറുൽ ഖത്താബ് പറഞ്ഞതെങ്കിൽ, ആ സ്വർഗത്തിലെ കല്ല്
ഹജറുൽ അസ്വദിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഹദീസുകളെല്ലാം ദുർബലമാണ് എന്ന് 2002 പിരിഞ്ഞുപോയവർ പറഞ്ഞുവെങ്കിൽ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ, അഥവാ പടച്ചവന് കിട്ടിയ വഹിയാണെങ്കിൽ തന്നെ, അത് പ്രാഥമിക ബുദ്ധിക്കെതിരായതുകൊണ്ടും ഖുർആന്റെ മൗലിക തത്വങ്ങൾക്ക് അനുസൃതമല്ലാത്തത് കൊണ്ടും സ്വീകരിക്കാൻ പറ്റില്ല എന്ന്, ഖബർ ശിക്ഷയുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ലെന്ന് 2002 പിരിഞ്ഞുപോയവർ പറഞ്ഞെങ്കിൽ എങ്ങനെ അടങ്ങിയിരിക്കാൻ സാധിക്കും? ഒരു ഭാഗത്ത് ജാറങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കെതിരെ സ്വന്തം സമൂഹത്തിൽ ദഅവത്ത് നടത്തുന്നതോടൊപ്പം പ്രവാചകാധ്യാപനങ്ങളെ ഈ തരത്തിൽ നിഷേധിക്കുന്ന പ്രവണതക്കെതിരെ ഈ സമൂഹത്തിൽ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം സലഫി പ്രവർത്തകർക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചേകനൂരും CN അഹമ്മദ് മൗലവിയും പറഞ്ഞ വാദം ശരിയല്ലേ എന്ന അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഏതെല്ലാം ഹദീസുകൾ, നീണ്ട ലിസ്റ്റ് വായിക്കാൻ ഇവിടെ സമയമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകളെ തള്ളിക്കളയുന്ന പ്രവണത എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ, പിരിഞ്ഞുപോയ സഹോദരങ്ങളുടെ സംസ്ഥാന തലത്തിൽ അവരുടെ യുവജന വിഭാഗത്തിന് നേതൃത്വം നൽകിയ, പാലക്കാട് അവരുടെ യുവജന വിഭാഗത്തിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മുജീബ് റഹ്മാൻ കിനാലൂർ, ആ മടവൂർ വിഭാഗത്തിലെ സഹോദരൻ തുറന്നെഴുതി നവോത്ഥാനാശയക്കാരായ പലരും മുമ്പ് തന്നെ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പരമ്പരയിലെ ഒരു കണ്ണിയാണ് വാസ്തവത്തിൽ ചേകനൂർ മൗലവി. ചേകനൂർ മൗലവിയെ മുജാഹിദ് നേതാവായി അംഗീകരിക്കണമെന്ന് ഈ ഇപ്പോഴത്തെ വ്യക്തി പറയുമ്പോൾ, അന്നത്തെ പണ്ഡിതന്മാർ 1969 വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് അദ്ദേഹത്തോട് വാദപ്രതിവാദം നടത്തി. ആ വാദപ്രതിവാദത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരെ വാദമുന്നയിച്ച ആളെ മുജാഹിദിന്റെ സ്റ്റേജിൽ കൊണ്ടുവരണമെന്ന്, അഥവാ മരണപ്പെട്ടു പോയ ആളെ സ്റ്റേജിൽ കൊണ്ടുവരണമെന്നല്ല, മറിച്ച് മുജാഹിദ് നേതാവായി അംഗീകരിക്കണം, സ്വാഗത പ്രസംഗങ്ങളിൽ അവരെ ഉൾപ്പെടുത്തണമെന്നിടത്ത് എത്തിയെങ്കിൽ അന്ന് പറഞ്ഞ ആ വ്യതിയാന ആശയങ്ങൾക്കെതിരെയുള്ള മുന്നേറ്റം അനിവാര്യമായിരുന്നു എന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ്. ഈ ഹദീസ് നിഷേധങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ ജില്ലക്കാർക്കൊക്കെ പരിചയമുള്ള ചില കുതന്ത്രത്തിന്റെ കൊലപാതകങ്ങളുണ്ട്. അങ്ങാടിയുടെ വലതുഭാഗത്തുള്ള ആളെ കൊല്ലണമെങ്കിൽ ഇടതുഭാഗത്ത് ബോംബിടും. ആളുകൾ അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ വലതുഭാഗത്തുള്ള ആളെ കൊന്ന് ഘാതകർ സ്ഥലം കാലിയാക്കിയിട്ടുണ്ടാകും. ഇതുപോലെ ഹദീസ് നിഷേധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കാതിരിക്കാൻ ഒരു ബോംബങ്ങ് പൊട്ടിച്ചു, ജിന്നുകളോട് തേടുന്നു, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ അടിച്ച് ഹദീസ് നിഷേധം പ്രചരിപ്പിച്ചു. 2002 തുടങ്ങിയതാണ് ഈ ഏർപ്പാട്. കഴിഞ്ഞ 10 വർഷക്കാലം ചോദിച്ചു, മുജാഹിദുകളിൽ ഒരാളെ കാണിച്ചു തരാമോ? ഒരു കഷ്ടം ക്ലിപ്പ് കാണിക്കാമോ? ഒരു വരി കാണിക്കാമോ? ലോകത്തിന്റെ സൃഷ്ടാവിന് മാത്രം കൊടുക്കേണ്ട പ്രാർത്ഥനകൾ, ആരാധനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, സഹായം തേടലുകൾ പടച്ചവനല്ലാത്തവർ സൃഷ്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു വരി കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് 2002 പിരിഞ്ഞുപോയവർക്ക് സാധിച്ചില്ല. നാം അത് മനസ്സിലാക്കി. അങ്ങനെ അവരുമായുള്ള ആ യുദ്ധം നടക്കുന്നതിനിടെ വേറെ ഒരു സഹോദരൻ പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അന്നുവരെ മടവൂർ വിഭാഗം ഉണ്ടാക്കിയിട്ടുള്ള ആദർശപരമായ തകരാറുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പണിയെടുത്തിരുന്നുവെങ്കിൽ, അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട. പറയുക മാത്രമല്ല, പുസ്തകം എഴുതി അതിൽ തെറ്റിദ്ധരിച്ച് ഖുർആനായത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സജീവമായി പ്രവർത്തിക്കുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും അന്ന് ലോകം കണ്ട ഇസ്ലാമിക പ്രബോധന രംഗത്തെ ഏറ്റവും വലിയ സംരംഭങ്ങളൊന്നായ സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷനെതിരെ പോലും സംസാരിച്ചുകൊണ്ട് അത് ബിദ്അത്താണ് എന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ആ പ്രവർത്തനത്തിനെതിരെയും ഈ പ്രതിസന്ധികളെല്ലാം ഉള്ളപ്പോൾ തന്നെ ഈ കമ്പിൽ സലഫി നഗറിന്റെ മുകൾ വശത്ത്
അത്തരം ആശയങ്ങളിൽ തെറ്റിദ്ധാരണ പറ്റിപ്പോയ ആളുകളെ വിളിച്ചു ചേർത്ത് അവർക്ക് പരിചയപ്പെടുത്തി അവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട ആ നവോത്ഥാന പ്രവർത്തനം കൂടി മുജാഹിദ് പ്രസ്ഥാനം അന്ന് ഏറ്റെടുക്കുകയായിരുന്നു. ഇത് ഹദീസിന്റെ ദുർവ്യാഖ്യാനമാണ്, ഇതായത്തിന്റെ ദുർവ്യാഖ്യാനമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം ചേരണം. നിങ്ങൾ സത്യവാന്മാരാകണമെന്നല്ല, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം ചേരണം എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ നാസറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഒരു പ്രദേശത്ത് തൗഹീദും സുന്നത്തും പറയുന്ന ഒരു സംഘമുണ്ടെങ്കിൽ ആ സംഘത്തോടൊപ്പം നിങ്ങൾ ചേർന്നിരിക്കണമെന്ന ഫത്വകൾ ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ ലോക സലഫി പണ്ഡിതന്മാർക്ക് അത്ഭുതകരമായ, ഉത്തരേന്ത്യയിലെ സലഫി പണ്ഡിതന്മാർക്ക് അത്ഭുതകരമായ, കേരളത്തിലെ വിസ്മയകരമായ പ്രവർത്തനമാണ് സലഫി മൂവ്മെന്റ് നടക്കുന്നതെന്ന് അവർ പോലും പറയുന്ന ഈ സംവിധാനം മതത്തെ പ്രചരിപ്പിക്കുവാൻ ഒരിടത്തൊരു സംഘമുണ്ടെങ്കിൽ ആ സംഘം ദീനിന്റെ ദഅവത്ത് നിർവഹിക്കുക എന്ന ആ വലിയ ഉത്തരവാദിത്തം മതത്തിന്റെ ഭാഗം തന്നെയെന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് 2012 ആകുമ്പോൾ ഈ മുന്നേറ്റത്തെ തടയിടുന്നതിന് വേണ്ടി വേറെയും ചില ആളുകൾ രംഗത്ത് വരികയായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ നേതൃത്വമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ സീലുണ്ട്, എല്ലാം വെച്ചുകൊണ്ട് പറഞ്ഞു 2002 പിരിഞ്ഞു പോയ ആളുകൾ പറഞ്ഞ ജിന്നുകളോട് തേടുന്നവരാകുന്നു എന്ന ആ ആരോപണം ഇങ്ങോട്ട് നെഞ്ചിലേറ്റുകയും എന്നിട്ട് ഈ വേദിയിൽ നിന്ന് അത് പറയാൻ തുടങ്ങുകയും ചെയ്ത ഒരു പ്രതിസന്ധി 2011 അവസാനത്തിൽ 2012 തുടക്കത്തിൽ വന്നു. ഇസ്ലാഹി കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഒരിക്കലും അന്ധമായ അനുകരണത്തിന്റെ ആളുകളല്ല. ജനങ്ങൾ വിഷയം പഠിച്ചു, മനസ്സിലാക്കി, എന്നിട്ട് ചോദിച്ചു ആരാണത് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത്. ഉത്തരമുണ്ടായില്ല. സംസ്ഥാന അധ്യക്ഷൻ പോലും നിരുത്തരവാദപരമായി പണ്ഡിത സംഘടനയുടെ ബാനറിന്റെ മുമ്പിൽ വെച്ച് സംസാരിച്ചു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച നമ്മുടെ കൂട്ടത്തിൽ വന്നു എന്ന് ചുറുചുറുക്കുള്ള മുജാഹിദുകൾ ചോദിച്ചു. എന്നായിരുന്നു ആ ചർച്ച? ഏത് യോഗത്തിൽ വെച്ചായിരുന്നു ആ ചർച്ച? ആരാണ് അങ്ങനെ പറഞ്ഞത്? ഉത്തരമുണ്ടായില്ല. ഇന്നേ വരെ ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ മുന്നേറ്റത്തെ തകർക്കുന്നതിന് വേണ്ടി സംഘടനാ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗിച്ചിട്ടും മുജാഹിദ് സമൂഹം അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതിസന്ധികളുടെ മുഖത്ത് അതിശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഏത് ആരോപണങ്ങളാണോ ഉന്നയിച്ചിട്ടുള്ളത് അതേ കാര്യം തന്നെ തിരിച്ചു വരുന്ന അവസ്ഥയാണ് നാം കണ്ടത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ കൊളച്ചേരിയിലും കമ്പിലുമുള്ള ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന 1000-ഓളം വരുന്ന ബഹുമാന്യരായ മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടല്ലോ, അവർക്കും നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യമുണ്ട്. ഇസ്ലാമിൽ നിലവിളക്കില്ല എന്നതാണത്. ഇസ്ലാം നിലവിളക്കിനെ അംഗീകരിക്കുന്നില്ല, അതേപോലെ തന്നെ ബഹുദൈവാരാധനയെ അംഗീകരിക്കുന്നില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണ് നിലവിളക്ക് കൊളുത്തുന്ന ചടങ്ങുകളിൽ നിന്നും നിങ്ങൾ മാറി നിന്നോളൂ, പ്രശ്നമില്ല, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വിശ്വാസത്തിന് അതിനെതിരാണ്, നിങ്ങൾ മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാത്തവരല്ലേ എന്ന് പറയുന്ന അമുസ്ലിം സഹോദരങ്ങൾ ആ വിഷയം അറിയുന്നവരുണ്ട്. എന്നാൽ ഏകദൈവാരാധനയുടെ പ്രചാരണത്തിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി നിലവിളക്ക് കൊളുത്തിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എവിടേക്കാണ് ഈ പോകുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് ആ സഹായം തേടൽ നിന്നും ദൃശ്യലോകത്തെ മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ മുസ്ലിം ദഅവത്തിന് ശക്തമായി നേതൃത്വം നൽകിയിരുന്ന ഒരു സഹോദരൻ അതിനെതിരെ സംസാരിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഏകദൈവാരാധന പറയേണ്ട നാവുകളിൽ നിന്ന്, പേനകളിൽ നിന്ന് അതിന് വിരുദ്ധമായത് വന്നത് ഇല്ലാത്തത് ആരോപിച്ചത് കൊണ്ടാണ്. അവരോടും നമുക്ക് ഗുണകാംക്ഷയാണുള്ളത്.
അവർ അങ്ങനെ തന്നെ ആകട്ടെ എന്നല്ല, മറിച്ച് അവരെല്ലാം ഈ ആദർശത്തിലേക്ക് തിരിച്ചു വരണം, ഈ ആദർശ പ്രബോധനത്തിലേക്ക് തിരിച്ചു വരണം. അടിസ്ഥാനപരമായ ഐക്യമാണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ശിർക്കാരോപണം തകർത്ത് തരിപ്പടമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം, ഈ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നത് ആരാണിത് സംഘടിപ്പിക്കുന്നത്? നമ്മുടെ ജില്ലയിൽ ഈ കഴിഞ്ഞ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും കേന്നമുകാർ, ആ നേതൃത്വം അനാവശ്യമായി ദഅവത്ത് മാറി നിന്നുകൊണ്ട് ആരോപണവുമായി പോയപ്പോൾ ഒരു താൽക്കാലിക സംവിധാനം നാം ഉണ്ടാക്കി ദഅവത്ത് നടത്തുന്നതിന് വേണ്ടി. അതിന്റെ ഭാരവാഹികൾ ആരാണെന്ന് പോലും പലർക്കും അറിയില്ല. എന്തേ കാര്യം? KNM നമ്മുടേതാണ്, അവിടെ ആ KNM നമ്മുടേതാവണം. അതേ സന്ദർഭത്തിൽ ആദർശത്തിൽ വിട്ടുവീഴ്ചയേ ഇല്ല. അങ്ങനെയുള്ള ഈ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രതിസന്ധി നമുക്ക് വന്നു. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഒരു പുതിയ വീക്ഷണം മുന്നോട്ട് വെച്ചു. ആ വീക്ഷണം എന്താണ്? അദ്ദേഹം എഴുതി, പണ്ഡിതന്മാർക്ക് സമർപ്പിച്ചു. 2014 ജനുവരി 10 വിചിന്തനം, ആ കത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചു. എന്താണ് ആ കത്തിൽ പറയുന്നത്? ഈ സംവിധാനങ്ങളൊന്നും വേണ്ട, മറിച്ച് വേണ്ടതെന്താണ്? ഒരു പണ്ഡിത സംഘടന, അതേപോലെ തന്നെ പ്രാദേശിക തലങ്ങളിൽ ദായിമാർ നേതൃത്വം നൽകുന്ന ഒരു കൂട്ടായ്മ, ഇത് മതി. അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പമുള്ള പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു, ഇത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ഒന്നിച്ചു പോകാമെന്ന വീക്ഷണത്തിലേക്ക് വന്നെങ്കിലും വീണ്ടും അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കാതെ ആ കത്ത് ജനങ്ങളിലേക്ക് നൽകുകയും അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തി അദ്ദേഹം സ്വയം മാറി നിൽക്കാനുള്ള തീരുമാനം യോഗം അംഗീകരിച്ചു എന്ന ആ തീരുമാനം ബഹുമാന്യനായ സഹോദരൻ കൂടി വായിച്ച് കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ കൂട്ടായ്മയോട് ഗുണകാംക്ഷാപരമായി മാത്രമേ നിൽക്കുകയുള്ളൂന്നും വാശിക്കും വക്കാണത്തിനും ഞാനില്ലെന്ന് പറഞ്ഞു പോയെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശിർക്കാരോപകരായ സഹോദരങ്ങൾ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളെല്ലാം, വ്യക്തിഹത്യയും മറ്റു കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ അവരുടെ നാവുകളിലൂടെ വന്നു പോകുന്ന വേദനാജനകമായ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ കടവത്തൂരിൽ ആ സന്ദർഭത്തിലായിരുന്നല്ലോ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളരുകയല്ല, വളരുകയാണ് ചെയ്യേണ്ടതെന്ന് കടവത്തൂർ സമ്മേളനത്തിന്റെ ഇരട്ടിയിലേക്ക് ഈ സമ്മേളനം വന്നെങ്കിൽ ആൾബലം കാണിക്കാനല്ല, മറിച്ച് ജനം ആദർശത്തോടൊപ്പവും ആദർശ പ്രബോധനത്തിന്റെ കൂട്ടായ്മയോടൊപ്പവുമാണ് ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കൂട്ടായ്മയുടെ ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദഅവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ മാനസികമായി ക്ഷീണിപ്പിക്കുവാനും പ്രയാസപ്പെടുത്താനും അവരുടെ പ്രഭാഷണത്തിലും സംസാരങ്ങളിലുമുള്ള ക്ലിപ്പുകൾ കട്ട് ചെയ്ത് ആ തരത്തിൽ പ്രചരിപ്പിക്കുവാനുമൊക്കെ ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ പ്രതിസന്ധിയും ലോകത്തിന്റെ സൃഷ്ടാവിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്കത് ജീവിക്കാൻ സാധിക്കും. അവർക്കെല്ലാം മാനസികമായ പരിവർത്തനം ഉണ്ടാകുവാനും ഈ ശക്തമായ കൂട്ടായ്മയോടൊപ്പം വന്നു ചേർന്ന് പ്രവർത്തിക്കുവാനുമുള്ള സന്മനസ് അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാൻ നമ്മുടെ മുന്നിലുള്ള മാർഗം ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. ആ സഹായം ദഅവത്ത് നടത്തിക്കൊണ്ടുള്ള സഹായം വാങ്ങലാണ് പടച്ചവനിൽ നിന്ന്. ആ ദഅവത്ത് രംഗത്ത് അതിശക്തമായി നാം ഉറച്ചു നിൽക്കണം. ഈ പ്രദേശങ്ങളിൽ ഈ ദഅവത്തിന്റെ ദൗത്യമാം ഏറ്റെടുത്തപ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായി. കാലടിച്ചു മുറിച്ചു കളയണമെന്ന് ഒരു പള്ളിയിൽ നിന്ന് ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു. അവിടെ ഈ പ്രബോധനത്തിന് വിടരുതെന്ന് പറഞ്ഞു. ആ ലഘുലേഖ കാഷ്ടം വാരാനാണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞു. CD ഇതാ ഇങ്ങനെയാണ് പൊട്ടിക്കേണ്ടെന്ന് പറഞ്ഞ് ആ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് CD പൊട്ടിച്ചു. പക്ഷേ അവർക്കറിവില്ലാത്തത് കൊണ്ടാണല്ലോ എന്ന് കരുതി സഹിച്ചു, ക്ഷമിച്ചു. പക്ഷേ CD വിതരണം അവസാനിക്കില്ല. നമുക്കിന്ന് ഇവിടെ അതിഥികൾ വന്നു, ആ അതിഥികൾക്ക് നാം കൊടുത്തു, ഇതാ പിടിച്ചോളൂ ഇസ്ലാം.
അതാണ് ബഹുമാന്യനായ KPCC ജനറൽ സെക്രട്ടറിക്ക് നമ്മുടെ സംഘാടകൻ കൊടുത്തു. ഇതാ ഇസ്ലാം, വീട്ടിൽ പോയി ഒന്ന് കേൾക്കണം, നിങ്ങളുടെ വിജയം ഇതിലുണ്ട്. നമ്മുടെ അതിഥികളോടും നമുക്ക് പറയാനുള്ളത് സ്വർഗത്തിന്റെ സന്ദേശമാണ്. ഈ പ്രവർത്തനം നിലച്ചുകൂടാ. ഈ പ്രവർത്തനം നടത്താൻ നാം മാത്രം ഏതെല്ലാം വ്യക്തിപരമായ ആരോപണങ്ങളും കുപ്രചരണങ്ങളും വന്നാലും ഈ ദഅവാ രംഗത്ത് അതിശക്തമായ മുന്നോട്ട് പോക്ക് നമുക്ക് ആവശ്യമാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കും മുമ്പ് ഇവിടെ കേട്ടത്, വൈകുന്നേരം വരെ കേട്ടതെന്ത്? ഇവിടെ എന്തെങ്കിലും ഒരു മിനിറ്റെങ്കിലും നമ്മൾ വെറുതെ നശിപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ദാനം ചെയ്യണമേ എന്നും നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രം. ഇന്ന് രാവിലെ ഹലാവത്തുൽ ഖുർആനിൽ നമ്മുടെ സഹോദരൻ ഓതി പഠിപ്പിച്ച ആയത്ത്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയ, നിങ്ങളിൽ നിന്നും ആരും തന്നെയില്ല നരകത്തിന്റെ അടുത്ത് വരാത്തവരായി. അത് നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചുറച്ച കാര്യമാണ്. അതെ, ഹുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ, പിന്നീട് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച ഓരോ വിഭാഗത്തെ നാം രക്ഷപ്പെടുത്തും. അക്രമികളായ ആളുകളെ മുട്ടുകുത്തിയ നിലയിൽ നാം നരകത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പടച്ചവൻ സൃഷ്ടിച്ച നരകത്തിന്റെ മുമ്പിൽ വരിക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും വരും, ഹബീബായ റസൂലുള്ള വരും, എല്ലാവരും വരും. പക്ഷേ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പിന്നീട് നുനജ്ജി, നാം രക്ഷപ്പെടുത്തും അല്ലദീന തഖൗ, അതിനെ സൂക്ഷിച്ച ഒരു വിഭാഗത്തെ നാം രക്ഷപ്പെടുത്തും. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ, ക്രമം തെറ്റി ജീവിച്ച ആളുകളെ മുട്ടുകുത്തിയ നിലയിൽ നരകത്തിൽ അല്ലാഹു ഉപേക്ഷിക്കുകയും ചെയ്യും. ആ നരകത്തിന്റെ മുഖത്തെത്തുമ്പോൾ, നരകം കൺമുമ്പെ കാണുമ്പോൾ മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചകന്മാർ തിരിഞ്ഞു നടക്കും. ശുഹദാക്കളും സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും തിരിഞ്ഞു നടക്കും. നരകം സ്പർശിക്കാതെ അതിൽ എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടണം. അതിനാണ് ഈ പ്രവർത്തനം. അതിനാണ് നമ്മൾ വന്നത്, ഇങ്ങോട്ട് യാത്ര ചെയ്ത് പ്രയാസങ്ങൾ സഹിച്ചത്. ബഹുമാന്യനായ അബ്ദുൽ ഖാദർ സാഹിബ് അഴീക്കൽ നമ്മുടെ ഒരു പ്രവർത്തകരാണ്. അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് കേൾക്കാൻ സാധ്യമല്ല. വണ്ടിയിൽ ആ കിടക്കുന്ന ബെഡിൽ നിന്ന് പ്രയാസപ്പെട്ട അദ്ദേഹം നമ്മളോടൊപ്പം വന്നത് ഇത് രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടല്ല. എനിക്കും കാണണം സമ്മേളനം. അദ്ദേഹത്തിന്റെ അസുഖം ശിഫയാക്കണമേ, സ്വർഗം നൽകണമേ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗം ലക്ഷ്യം വെച്ച്, നരകരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുക. ഒരാക്ഷേപകന്റെ ആക്ഷേപകവും വകവെക്കാതെ, ആരോപണങ്ങൾ കേട്ടാൽ ഒരു വാക്ക് അത് ശരിയാണോ, നിങ്ങളെപ്പറ്റി കേട്ടത് ശരിയാണോ എന്ന് ഒരു വാക്ക് ചോദിക്കാതെ പ്രചരണം നടത്തുമ്പോൾ, അത് മനുഷ്യ മനസ്സുകളിലേക്ക്, അത് മൊബൈലുകളിലേക്ക് പകരുമ്പോൾ നാളെ പരലോകത്ത് എന്ത് സംഭവിക്കുമെന്ന ഭയം സഹോദര ഉണ്ടാകണം. നേരിൽ കാണുമ്പോൾ ചിരിക്കുകയും മറുഭാഗത്ത് പോയി ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ, മാലിക് യൗമിദ്ദീൻ എന്നൊരായത്ത് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്, നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ദഅവാ മുന്നേറ്റം ശക്തമായി നാം തുടരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശിവപുരത്തടുത്ത് ബഹുമാന്യനായ ഷാഹി മജീദ് എന്ന ഒരു സുഹൃത്ത് രോഗിയായി കിടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യവും കൂടി. ഈ സമ്മേളനം നമുക്കറിയാം, ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, ഇത് പ്രഖ്യാപിച്ചിട്ട് 6 മാസക്കാലമായി. എന്നാൽ അതിനുശേഷം ഈ മുന്നേറ്റത്തെ തടയിടുന്നതിന് വേണ്ടി വേറെ ചില പരിപാടികൾ സംഘടിപ്പിച്ചുവെങ്കിൽ നമ്മളതിൽ നിസ്സഹായരാണ്. ഒരു ദിവസം 2 പരിപാടി വരാതിരിക്കാൻ നേരത്തെ പ്രഖ്യാപിച്ചത് നമുക്ക് ഒഴിവാക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ആ പ്രചാരണങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ ഇന്ന് വൈകുന്നേരം ഒരു വണ്ടി ഇവിടുന്ന് തിരിച്ചു പോകുന്നു. എന്താ, ഹുസൈൻ സലഫിക്ക് 1/2 മണിക്കൂറേ നിങ്ങൾ കൊടുക്കൂ എന്ന് കേട്ടുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ആരാ ഈ പ്രചാരണം നടത്തിയത്? ഈ നഗരിയിൽ നിന്ന് പോലും, ഈ നഗരിയിൽ ഈ സമ്മേളനത്തെ ഒരാളെയെങ്കിലും പിന്തിരിപ്പിക്കാമെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ നാം വിചാരിക്കുന്നത്, പരിശ്രമിക്കുന്നത്? അതുകൊണ്ട് എല്ലാ കുപ്രചരണങ്ങളെയും നേരിടേണ്ടത് ഹക്ക് കൊണ്ടാണ്, നല്ല ചിന്ത കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ഈ പരിശ്രമങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് കുട്ടികൾക്ക് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ലഭിച്ചിട്ടുള്ള ആ മഹത്തായ ധാർമ്മിക സന്ദേശം ആവേശപൂർവമാണ് നമ്മുടെ കുട്ടികളുള്ളത്. ബാലവേദി കുട്ടികൾ, അവരെ പ്രോത്സാഹിപ്പിക്കുക. പ്രോഫ്കോൺ പത്തനംതിട്ടയിൽ നടക്കുമ്പോൾ നമ്മുടെ ബന്ധത്തിലുള്ള കുട്ടികളൊക്കെയും പ്രൊഫഷണൽ വിദ്യാർത്ഥികളൊക്കെയും അവിടെ എത്താൻ നാം ആഗ്രഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.